أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. صدق الله العظيم. സൂറത്തുൽ ഫുർഖാൻ ആയത്ത് 3. വത്തഖദു അവർ സ്വീകരിക്കുകയും ചെയ്തു, മിൻ ദൂനിഹി അവനെ കൂടാതെ, ആലിഹത്തൻ ദൈവങ്ങളെ, ലാ യഖ്ലുഖൂന ഷൈഅ ലാ യഖ്ലുഖൂന അവർ സൃഷ്ടിക്കുന്നില്ല, ഷൈഅൻ യാതൊന്നിനെയും, വഹും അവർ യുഖ്ലഖൂൻ സൃഷ്ടിക്കപ്പെടുന്നവരാകുന്നു, വലാ യംലികൂന അവർ ഉടമപ്പെടുത്തുന്നില്ല, ലി അൻഫുസിഹിം അവർക്ക് സ്വയം, ലർറൻ യാതൊരു ദോഷവും, വലാ നഫ്അൻ യാതൊരു ഉപകാരവും, വലാ യംലികൂന അവർ ഉടമപ്പെടുത്തുന്നില്ല, മൗത്തൻ മരണത്തെ, വലാ ഹയാത്ത ജീവിതത്തെയും, വലാ നുഷൂറ ഉയിർത്തെഴുന്നേൽപ്പിനെയും. വത്തഖദു അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആരാണ് ഈ അവർ? അത് ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ്. ലിൽ ആലമീന നദീറ എന്നാണല്ലോ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. ആ ആലമുകൾ, ആലമീങ്ങൾ അഥവാ ലോകർ, അവര് സ്വീകരിച്ചിരിക്കുന്നു, അഥവാ മനുഷ്യർ എന്നർത്ഥം. അതാണ് ലോകരെന്ന് പറഞ്ഞത്. ആ ലോകര് സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. മിൻ ദൂനിഹി ആലിഹ അള്ളാഹുവിനെ കൂടാതെ വിവിധ തരം ദൈവങ്ങളെ, അല്ലെങ്കിൽ വിവിധ ഇലാഹുകളെ. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ കൂടാതെ സ്വീകരിച്ചതായി കുറ്റപ്പെടുത്തുന്ന, പരാമർശിക്കുന്ന 3 ദൈവങ്ങളെ, 3 തരം ഇലാഹുകളെ കാണാൻ കഴിയും. പലപ്പോഴും മുമ്പും പല ആയത്തിൻ്റെ കൂടെയും നമ്മൾ പരാമർശിച്ചതാണ്. ഒന്ന്, ആരാധിക്കണ ദൈവം. സാമിരിയുടെ പശുക്കുട്ടി, മുസ്ലിം സമുദായത്തിലെ പെട്ടവനായ സാമിരി, മൂസാ നബിയുടെ ആളുകളിൽപ്പെട്ടവനായ സാമിരി തന്നെ ഉണ്ടാക്കിയ പശുക്കുട്ടി മുക്കറയിടുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത് ആദാ ഇലാഹുക്കും, ഇതാണ് നിങ്ങളുടെ ദൈവം എന്നാണ്. അഥവാ അത് ആരാധിക്കുന്ന ദൈവം, പൂജിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ അതേ കഥയിൽ ഫിർഔൻ പറയുന്നുണ്ട്, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുള്ളത് അറിയില്ലല്ലോ. അവിടെ ആരാധിക്കണ ദൈവമല്ല, അനുസരിക്കണ ദൈവമാണ്. നിങ്ങൾ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം, അതൊക്കെ കൽപ്പിക്കാനുള്ള അധികാരം എനിക്കാണ്. അതുകൊണ്ട് ഞാനാണ് ദൈവങ്ങളെക്കാളും മുകളിലുള്ള ദൈവം. അലൈസലി മുൽക്കു മിസ്ർ ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എനിക്കല്ലേ മിസ്റിൻ്റെ അധികാരം, ഈ നദികൾ ഒഴുകുന്നത് എൻ്റെ താഴ്വാരത്ത് കൂടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഞാനല്ലാത്ത ഇലാഹുള്ളത് അറിയില്ല എന്ന് പറഞ്ഞാൽ ആരാധിക്കണ ഇലാഹല്ല. കാരണം ഫിറൗൻ തന്നെ വേറെ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആളാണ്. അപ്പം പിന്നെ എന്നെ അല്ലാതെ ആരാധിക്കുന്നത് അറിയില്ലല്ലോ എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. പ്രഭുക്കന്മാരോടാണ് പറഞ്ഞത്. സ്വന്തം പിതാവും സേനാനായകനും പ്രധാനമന്ത്രിയും ഇങ്ങനെയൊക്കെയുള്ള ഘടാഘടിയന്മാരുള്ള ടീമാണ്, സദസ്സാണ്. യാ അയ്യുഹൽ മലഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി എന്നാണ് ആയത്തിലുള്ളത്. അപ്പോൾ പിന്നെ എന്താണ്, നിങ്ങൾ ആരാധിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെ കൽപ്പിക്കാൻ അധികാരമുള്ള ഭരണാധികാരി അല്ലെങ്കിൽ അധികാരി എന്ന അർത്ഥത്തിലാണ്. അഥവാ അനുസരിക്കപ്പെടാൻ ഞാനേ ഉള്ളൂ. അതാണ് ഫിറൗൻ ഇലാഹ് എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ഒന്ന് ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു,
അഫ അന്ത തക്കൂനു അലൈഹി വക്കീല. ദേഹേച്ഛ ഇലാഹാക്കിയവനെ കണ്ടില്ലേ? അഥവാ എനിക്ക് തോന്നും പോലെ ഞാൻ ജീവിക്കും, അത് മതമായാലും മതമില്ലാതെയായാലും ശരി, രണ്ടിനും എൻ്റെ ഹവയാണ്. മതങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വലാ തത്തബി അഹ്വാഅഹും എന്നാണല്ലോ അല്ലാഹു തആല പറയുന്നത്. അതൊക്കെ അവരുടെ ദേഹേച്ഛക്കനുസരിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുണ്ടാക്കിയതാണ്. അത് ഹവയെ ഇലാഹാക്കലാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും എന്ന് തീരുമാനിക്കലും ഹവയെ ഇലാഹാക്കലാണ്. ഇത്തരം ഇലാഹുകൾക്കെല്ലാം ബാധകമായൊരു കാര്യമാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ഒന്ന്, ലാ യഖ്ലുഖൂന ഷൈഅ. ഈ സാമരിയുടെ കാളക്കുട്ടിയുടെ ശില്പം ഉൾപ്പെടെയുള്ള ഒരു വിഗ്രഹവും മുശ്രിക്കുകൾ വിഗ്രഹങ്ങളാക്കിക്കൊണ്ട് ദൈവങ്ങളാക്കിക്കൊണ്ട് നടക്കുന്ന ഒന്നും, അതുപോലെ അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് അവകാശപ്പെട്ട ഒരു അധികാരിയും, എനിക്ക് തോന്നിയതുപോലെ ഞാൻ തീരുമാനിക്കുന്ന ഒരാളും സ്വന്തം നിലയിൽ ഒന്നും ഉണ്ടാക്കാൻ കഴിവുള്ളവരല്ല. ലാ യഖ്ലുഖൂന ഷൈഅ വഹും യുഖ്ലഖൂൻ എന്ന് മാത്രമല്ല, അള്ളാഹു അവന് തോന്നിയതുപോലെ അവൻ്റെ തീരുമാനപ്രകാരം സൃഷ്ടിച്ചതാണ് ഇവരൊക്കെ സൃഷ്ടിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരാരും ദൈവമാകാൻ യോഗ്യമല്ല എന്ന് ആർക്കും സ്വയം ആലോചിച്ചാൽ തന്നെ അറിയാൻ കഴിയുന്നതാണ്. വലാ യംലികൂന ലി അൻഫുസിഹിം ദർറൻ വലാ നഫ്അ. അവർ സ്വന്തത്തിന് തന്നെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളവരല്ല. സ്വന്തത്തിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ സ്വന്തത്തിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാനോ പോലും കഴിയില്ല. ഖുർആൻ പലപ്പോഴും ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിവുള്ളവരല്ല. ഈച്ച വല്ലതും തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ കഴിവുള്ളവരുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്? അത് മുശ്രിക്കുകൾ ജുന്ദുൻ മുഹ്ളറൂൻ, സന്നദ്ധ ഭടന്മാരായി അതിനെ സംരക്ഷിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് അതൊക്കെ നിലനിൽക്കുന്നത്. ഇങ്ങനെ ആരാധിക്കുന്ന ദൈവങ്ങളായാലും മറ്റുള്ളവയായാലും ഒക്കെ അവരൊക്കെ സ്വന്തം നിലയിൽ വളരെ ദുർബലരാണ്. സ്വന്തത്തിനെ നശിപ്പിക്കാനും കഴിയില്ല, സ്വന്തത്തിന് ഉപകാരം ചെയ്യാനും കഴിയില്ല. വലാ യംലിക്കൂന മൗത്തൻ വലാ ഹയാത്തൻ വലാ നുഷൂറ. മരണത്തെയോ ജീവിതത്തെയോ അല്ലെങ്കിൽ ഉയിർത്തെഴുന്നേൽപ്പിനെയോ ഉടമപ്പെടുത്തുന്നില്ല. സ്വന്തത്തിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ അനുയായികൾ അല്ലെങ്കിൽ ഭക്തന്മാരായ ആളുകൾക്ക് അവർക്ക് അവരുടെ മരണം ഇവരുടെ നിയന്ത്രണത്തിലല്ല, ദൈവങ്ങളുടെ നിയന്ത്രണത്തിലല്ല. അതുപോലെ അവരുടെ ജീവിതവും ഇവരുടെ നിയന്ത്രണത്തിലല്ല. പിന്നെ മരണാനന്തരം ഉയിർത്തെഴുന്നേൽപ്പിക്കലും ഈ ദൈവങ്ങളുടെ നിയന്ത്രണത്തിലല്ല. അങ്ങനെ വേറെ ആരെയെങ്കിലും മരിപ്പിക്കാനോ ജീവിപ്പിക്കാനോ ഉയിർത്തെഴുന്നേൽപ്പിക്കാനോ കഴിവുള്ളവരുമല്ല. അതുകൊണ്ട് തന്നെ അവരെ ഇലാഹായി സ്വീകരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. പറയുന്നത് ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹു തബാറക്ക അനുഗ്രഹമുടയവനാണ്. അവൻ്റെ നിയന്ത്രണത്തിലും അധികാരത്തിലുമാണ് പ്രപഞ്ചം മുഴുവനും. അവന് പങ്കുകാരില്ല, അവന് മക്കളില്ല. എല്ലാം അവനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം അവൻ്റെ കണക്കിലും കൺട്രോളിലും തന്നെയാണ്. എന്നാൽ ആലിമീങ്ങൾ അഥവാ മനുഷ്യർ, ലോകത്തുള്ള ആളുകൾ, മനുഷ്യരോ ജിന്നുകളോ ഒക്കെ, അവർക്ക് മുന്നറിയിപ്പ് നൽകാനുണ്ട്. കാരണം അവർ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ വേറെ ഏതൊക്കെ സാധനങ്ങളെ ഇലാഹായി സ്വീകരിച്ചിരിക്കുന്നു. ആ ഇലാഹുകൾ മുഴുവനും വളരെ ദുർബലരാണ്. സൂറത്തുൽ നഹ്ലിൽ അള്ളാഹ് പറഞ്ഞതുപോലെ ലഅഫ താലിബു വൽ മത്ലൂബ്. ആ ദൈവങ്ങളെ ആരാധിക്കുന്നവരും അവരും ഒക്കെ പാവങ്ങളാണ്, ദുർബലരാണ്. അഥവാ സ്വന്തം നിലയിൽ ഒരു കഴിവുമില്ലാത്തവരാണ്, ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാത്തവരാണ്. എന്ന് മാത്രമല്ല, ഇവരെ അല്ലാഹു തആല ഫഖദ്ദറഹു തഖ്ദീറ വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ എന്ന് പറഞ്ഞില്ലേ. അള്ളാഹുവിൻ്റെ തഖ്ദീർ അനുസരിച്ച് അവരേത് കാലത്ത് ജീവിക്കണം, എത്ര കാലം ജീവിക്കണം, ആരുടെ മകനാകണം അല്ലെങ്കിൽ മകളാകണം, ആണാകണമോ പെണ്ണാകണമോ, അതൊക്കെ അള്ളാഹു തീരുമാനിച്ചതാണ്. അങ്ങനെ അല്ലാതെ അവർക്ക് സ്വയം ജനിക്കാനോ അവരെ സ്വന്തം തീരുമാനിക്കാനോ പോലും കഴിവില്ലാത്ത അടിമകളാണ് അവർ. സ്വന്തത്തിന് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ പോലും കഴിയില്ല.
എന്ന് മാത്രമല്ല വലിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനൊക്കെ ഭക്തന്മാരുള്ള ആളുകൾ, അവർക്ക് പോലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമും നമ്രൂദും തമ്മിലുള്ള തർക്കം പറയുന്നുണ്ട്. റബ്ബിയല്ലദീ യുഹീ വ യുമീതു ഖാല അന ഉഹീ വ ഉമീത്. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞപ്പോൾ നമ്രൂദിൻ്റെ വാദം അന ഉഹീ വ ഉമീത്, ഞാനാണിവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ ജനിക്കുന്നത് ഞാൻ തീരുമാനിക്കുമ്പോഴാണ്, മരിക്കുമ്പോൾ ഞാൻ തീരുമാനിക്കുമ്പോഴാണ് എന്നല്ല. ഇവിടെ ആരെ ജീവിക്കാൻ അനുവദിക്കണം, ആരെ കൊന്നുകളയണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കാൻ. അതുകൊണ്ട് മനുഷ്യർ ജീവിക്കേണ്ടത് ഞാൻ പറയും പോലെയാണ് എന്ന തത്വമാണ് നമ്രൂദിൻ്റെ അവകാശവാദം എന്ന് ചുരുക്കം. പക്ഷേ ഈ നമ്രൂദുണ്ടല്ലോ, മറ്റുള്ളവരെ കൊല്ലാനും വെറുതെ വിടാനും ഒക്കെ എനിക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ എത്ര കാലം ഉണ്ടാകും? അങ്ങനെ സ്വയം എത്ര നാൾ ജീവിക്കാൻ പറ്റും എന്ന് തീരുമാനിക്കാൻ പോലും കഴിവില്ലാത്തവരാണ്. അത്ര ദുർബലരായ ആളുകളെയാണ് ഈ എല്ലാം സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവിനെ വിട്ട് ലോകരിൽ പലരും ഇലാഹായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹബ ഹമ്മിനാ വഗമ്മിനാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.